Hi students, today we are going to discuss about geometric progression, that is GP. It is of the form AR square, AR cube, etc. Here A is known as the first term and R is known as the common ratio. And in this case, we are multiplying the preceding term by a constant term. That constant term is known as the common ratio. For example, 2, 6, 18, 54, etc. And in this case, 2 into 3, 6, 6 into 3, 18, 18 into 3, 54, etc. So here 2 is the first term and 3 is known as the common ratio. അപ്പോൾ നമ്മൾ ജി പി അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷനിൽ ഫസ്റ്റ് ടേം ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് ടേം ആറായിട്ട് എടുക്കുകയാണെങ്കിൽ എ ആർ നമ്മുടെ സെക്കൻഡ് ടേം എ ആർ ഇൻറ്റു ആർ എടുക്കുമ്പോൾ എ ആർ സ്ക്വയർ എക്സെട്ര. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമ്മളൊരു കോൺസ്റ്റൻ്റ് ടേം ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ജോമെട്രിക് പ്രോഗ്രഷനിൽ ഒരു കോൺസ്റ്റൻ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ഹിയർ ദ ഫസ്റ്റ് ടേം T1 ഈസ് ഈക്വൽ ടു എ, സെക്കൻഡ് ടേം T2 എന്ന് പറയുമ്പോൾ എ ആറാണ് ഇവിടെ വരുന്നത്. T3 തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു 3 - 1 ദാറ്റ് ഈസ് എ ആർ സ്ക്വയർ എക്സെട്ര. സോ ദ nth ടേം Tn ഈസ് ഈക്വൽ ടു എ ആർ റേസ് ടു n - 1. ഇനി നമുക്ക് കോമൺ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പം നമുക്കറിയാം എ ആർ ബൈ എ എന്താണ് 6, അതേപോലെ എ ആർ സ്ക്വയർ ബൈ എ ആറും എന്താണ് 6. അപ്പോൾ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ T2 ഡിവൈഡഡ് ബൈ T1 ഓർ T3 ഡിവൈഡഡ് ബൈ T2 എക്സെട്ര. ജനറലായിട്ട് പറഞ്ഞാൽ പെർട്ടിക്കുലർ ടേം ഡിവൈഡഡ് ബൈ ഇറ്റ്സ് പ്രിസീഡിങ് ടേം അല്ലേ, Tn ഡിവൈഡഡ് ബൈ Tn - 1 എന്ന് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ സം എങ്ങനെ കാണാൻ നോക്കാം. സം ഓഫ് n ടേംസ് ഓഫ് എ ജി പി. ലെറ്റ് Sn ഡിനോട്ട് ദ സം ഓഫ് n ടേംസ് ഓഫ് എ ജി പി. അപ്പോൾ നമ്മൾ nth ടേം കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എ ആർ റേസ് ടു n - 1 ആണ്. അപ്പോൾ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ആർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു n - 1. ഞാൻ ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 6 ഇൻറ്റു Sn എന്ന് പറയുന്നത് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു n - 1 ഇൻറ്റു 6 എന്ന് പറയുമ്പോഴത്തേക്കും എ ആർ റേസ് ടു n. അതിന് ഞാനൊന്ന് ഒരു റീഅറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു എ ആറിൻ്റെ താഴെ എ ആർ സെയിം ടേം ഒരേപോലെ വരുന്ന വിധത്തിലൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 എടുക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് കിട്ടുക RSn മൈനസ് Sn ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് സെയിം ടേംസ് ഒരുപാടുണ്ട്, അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഇവിടെ ഉണ്ടാവുക എ ആർ റേസ് ടു n മൈനസ് എ. ഇനി ഇവിടെ Sn കോമൺ ആയിട്ട് എടുത്താൽ Sn ഇൻറ്റു ആർ മൈനസ് 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1. Therefore Sn is equal to a into r raised to n minus 1 divided by r minus 1 or a into 1 minus r raised to n divided by 1 minus r. ഇങ്ങനെയാണ് നമുക്ക് സം ഓഫ് n ടേംസ് ഓഫ് എ ജി പി കാണാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം നമുക്ക്. ഫൈൻഡ് ദ 20th ആൻഡ് nth ടേംസ് ഓഫ് എ ജി പി 5/2, 5/4, 5/8 എക്സെട്ര. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം അതായത് T1 അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് 5/2. ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം T2 ഡിവൈഡഡ് ബൈ T1 ആണ്. അപ്പോൾ 5/4 ഡിവൈഡഡ് ബൈ 5/2 ദാറ്റ് ഈസ് 1/2. ഇല്ലെങ്കിൽ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാമില്ലേ, ന്യൂമറേറ്ററിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഡിനോമിനേറ്ററിലാണെങ്കിൽ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16 ആ രീതിയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കോമൺ റേഷ്യോ എന്തായിരിക്കും വരിക 1/2. ഓക്കെ, ഇനി nth ടേം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം Tn ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1. അപ്പോൾ 20th ടേം ആണെങ്കിൽ എന്നിന് നമ്മൾ 20 കൊടുത്താൽ മതി. എ നമുക്കറിയാം 5/2, ആർ നമുക്കറിയാം 1/2, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 5 ഇൻറ്റു 1/2 ഹോൾ റേസ് ടു n ഓർ 5 ഇൻറ്റു 1/2 റേസ് ടു n ഓർ 5/2 റേസ് ടു n അങ്ങനെ എഴുതാം. Next question, find the 12th term of a GP whose 8th term is 192 and the common ratio is 2. അപ്പോൾ നമുക്ക് കാണേണ്ടത് 12th term ആണ്, that is T12, and given that 8th term is 192, that is T8 is equal to 192. Also R is given, R is equal to 2. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം. T8 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എ ഇൻറ്റു ആർ റേസ് ടു
8 minus 1 അല്ലെങ്കിൽ AR raised to 7 is equal to 192. അപ്പോൾ A is equal to നമുക്കറിയാം 2 raised to 7 128 ആണ്. അപ്പോൾ A വരിക 192 ഡിവൈഡഡ് ബൈ 128. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇപ്പം നമുക്ക് എയും ആറും ആയി, നമുക്ക് വേണ്ടത് 12th ടേം ആണ്. സോ T12 ഈസ് ഈക്വൽ ടു A ഇൻറ്റു R റേസ് ടു 12 മൈനസ് 1 ഓർ AR റേസ് ടു 11. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A 3/2, R എന്താണ് 2. സോ 3/2 ഇൻറ്റു 2 റേസ് ടു 11. നമുക്കൊരു 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക 3 ഇൻറ്റു 2 റേസ് ടു 10. സോ ദ ആൻസർ ഈസ് 3072. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The 5th, 8th and 11th terms of a GP are P, Q and S respectively. Show that Q square is equal to PS. അപ്പോൾ നമുക്ക് തന്ന കാര്യത്തിലേക്ക് വരാം. ഒരു പെർട്ടിക്കുലർ ടേം ആണ് ഇവിടെ തന്നത്. nth ടേം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. TN ഈസ് ഈക്വൽ ടു AR റൈസ് ടു n-1 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് T5 ഈസ് ഈക്വൽ ടു P. അപ്പോൾ T5 ഈസ് ഈക്വൽ ടു P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? AR റേസ് ടു 5-1, അതായത് AR റേസ് ടു 4 ഈസ് ഈക്വൽ ടു P. പിന്നെ തന്നത് T8 ഈസ് ഈക്വൽ ടു Q ആണ്. ദാറ്റ് ഈസ് AR റേസ് ടു 7 ഈസ് ഈക്വൽ ടു Q. T11 അല്ലെങ്കിൽ 11th ടേം ഈസ് ഈക്വൽ ടു S. ദാറ്റ് ഈസ് AR റേസ് ടു 10 ഈസ് ഈക്വൽ ടു S. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട Q സ്ക്വയർ ഈസ് ഈക്വൽ ടു PS. നമുക്ക് Q സ്ക്വയർ കാണാം. അപ്പോൾ AR റേസ് ടു 7 ദ ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് A സ്ക്വയർ R റേസ് ടു 7 ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം A റേസ് ടു M ഹോൾ റേസ് ടു N ഈസ് A റേസ് ടു MN. അപ്പോൾ R റേസ് ടു 7 ഹോൾ സ്ക്വയർ എന്താണ് വരിക? R റേസ് ടു 7 ഇൻറ്റു 2 ദാറ്റ് ഈസ് R റേസ് ടു 14. ഇനി നമുക്ക് PS വരാം. P എന്ന് പറയുന്നത് എന്തായിരുന്നു? AR റേസ് ടു 4. S എന്താണ്? AR റേസ് ടു 10. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ A ഇൻറ്റു A സ്ക്വയർ, R റേസ് ടു 4 ഇൻറ്റു R റേസ് ടു 10, R റേസ് ടു 4 പ്ലസ് 10 ദാറ്റ് ഈസ് R റേസ് ടു 14. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The 4th term of a GP is square of its second term and the first term is -3. Determine its 7th term. അപ്പോൾ 7th term T7 ആണ് കാണേണ്ടത്. തന്നിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം. 4th term is equal to square of the second term. Also A is given. First term A is equal to -3. അപ്പോൾ T4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? AR റേസ് ടു 4-1 ദാറ്റ് ഈസ് AR ക്യൂബ്. T2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ആണ്. ദാറ്റ് ഈസ് AR റേസ് ടു 2-1 ഓർ AR. ഇനി ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T4 ഈസ് ഈക്വൽ ടു T2 സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് AR ക്യൂബ് ഈസ് ഈക്വൽ ടു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ A സ്ക്വയർ R സ്ക്വയർ എന്ന് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ ഒരു A ക്യാൻസൽ ചെയ്യാം, R സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് R ഈക്വൽ ടു A കിട്ടും. A നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ R ഈസ് ഈക്വൽ ടു A ഈക്വൽ ടു -3. ഇനി നമുക്ക് 7th ടേം ആണ്. T7 എന്ന് പറഞ്ഞാൽ AR റേസ് ടു 6 ആണ്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A -3 ആണ്, Rഉം -3 തന്നെയാണ്. സോ -3 ഇൻറ്റു -3 റേസ് ടു 6. സോ -3 റേസ് ടു 1 പ്ലസ് 6 ദാറ്റ് ഈസ് -3 റേസ് ടു 7. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ടേം ഓഫ് ദ ഫോളോയിങ് സീക്വൻസസ് 2, 2√2, 4 എക്സെട്ര ഈസ് 128. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം A ഈസ് ഈക്വൽ ടു 2. ഇത് നോക്കിയാൽ തന്നെ അറിയാം. 2നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2√2 വരുന്നത്. 2√2നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2 ഇൻറ്റു √2 സ്ക്വയർ ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4 അങ്ങനെ വരും. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? നമ്മുടെ കോമൺ റേഷ്യോ √2. അല്ലെങ്കിൽ നിങ്ങൾ T2 ഡിവൈഡഡ് ബൈ T1 അല്ലെങ്കിൽ T3 ഡിവൈഡ് ബൈ T2 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് √2 കിട്ടും. അപ്പം നമുക്ക് വേണ്ടത് 128 എത്രാമത്തെ ടേം ആണെന്നാണ് അറിയേണ്ടത്. ലെറ്റ് ഇറ്റ് ബി ദ nth ടേം. സോ TN ഈസ് ഈക്വൽ ടു 128. ദാറ്റ് ഈസ് AR റേസ് ടു n-1 ഈസ് 128. A നമുക്കറിയാം 2, R എന്ന് പറഞ്ഞാൽ √2 ആണ്. സോ √2 റേസ് ടു n-1 ഈക്വൽ ടു 120. √2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 റേസ് ടു ഹാഫ് ആണ്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ A റേസ് ടു M ഹോൾ റേസ് ടു N എന്ന് പറഞ്ഞാൽ A റേസ് ടു MN ആണ്. സോ 2 റേസ് ടു n-1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 64. അപ്പോൾ ഞാൻ 64നെ 2ൻ്റെ പവറിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് വരിക 2 റേസ് ടു 6. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ n-1/2 ഈസ് ഈക്വൽ ടു 6. ദാറ്റ് ഈസ് n-1 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 2 ദാറ്റ് ഈസ് 12. So n is equal to 12 plus 1 that is 13. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ സം ഓഫ് 20 ടേംസ് ഓഫ് ദ GP 0.15, 0.015, 0.0015 എക്സെട്ര.
ഹിയർ എ ഈസ് ഇക്വൾ ടു 0.15, ആർ ഈസ് ഇക്വൾ ടു T2/T1 ചെയ്യുമ്പോൾ നമുക്ക് 0.1 കിട്ടും. എസ് എൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1 ഓർ എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് സം ഓഫ് 20 ടേംസ് ആണ് വേണ്ടത്. സോ S20 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു 20 മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. എക്കും ആറിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വരിക 0.1 മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് 0.9 വരും. ഈ മൈനസ് 9 ഞാൻ ഒഴിവാക്കാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇത് വരിക, ഇതിന് എന്താണ് ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 0.15 അതുപോലെ 0.9. അപ്പോൾ ഇതെന്തായിട്ട് ചേഞ്ച് ചെയ്യും, 15ഉം 90യും. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ മൈനസ് സൈൻ ഒഴിവാക്കാൻ ചേഞ്ച് ചെയ്യുമ്പോൾ 1 മൈനസ് 0.1 ഹോൾ റേസ് ടു 20 വരും. ഇനി വേണമെങ്കിൽ 15 ഡിവൈഡ് ബൈ 90 കാണാം, ദാറ്റ് ഈസ് 6. അപ്പോൾ നമുക്കിങ്ങനെ ആൻസർ കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP ഈസ് 39/10 ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് 1. ഫൈൻഡ് ദ കോമൺ റേഷ്യോ ആൻഡ് ദ ടേംസ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ AP പഠിക്കുമ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവിടെ കണ്ടിന്യൂസ് ആയിട്ട് 3 ടേംസ് എടുക്കുമ്പോൾ നമ്മൾ A-D, A+D എന്നാണ് എടുക്കുക. കാര്യം സമ്മ് കാണുമ്പോൾ അവിടെ D ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ നമ്മൾ GP വരുമ്പം AR സ്ക്വയർ എന്നല്ല എടുക്കുക, അതിന് പകരം A/R AAR എന്ന് എടുക്കും. കാര്യം അവിടെ നമ്മൾ പ്രോഡക്റ്റ് കാണുമ്പോൾ R ക്യാൻസൽ ചെയ്ത് നമുക്ക് Aയുടെ വാല്യൂ ഈസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ടേംസ് എടുക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ലെറ്റ് ദ ടേംസ് ബി A/R AAR. നമുക്ക് സമ്മും പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. A/R പ്ലസ് A പ്ലസ് AR ഈസ് ഈക്വൽ ടു 39/10 ആൻഡ് A/R ഇൻറ്റു A ഇൻറ്റു AR ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് കാണുമ്പോൾ R ക്യാൻസൽ ചെയ്യും, A³ ഈസ് ഈക്വൽ ടു 1 കിട്ടും, ദാറ്റ് ഈസ് A ഈക്വൽ ടു 1. അപ്പോൾ ഈ A ഈക്വൽ ടു 1 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോഴത്തേക്കും എന്താണ് വരിക, 1/R പ്ലസ് 1 പ്ലസ് R ഈസ് ഈക്വൽ ടു 39/10. അപ്പോൾ നമുക്ക് ഓൾറെഡി Aയുടെ വാല്യൂ കിട്ടി, ഇനി നമ്മൾ Rൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഞാനിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിവിടെ ത്രൂ ഔട്ട് R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 പ്ലസ് R സ്ക്വയർ ഈസ് ഈക്വൽ ടു 39/10 R എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ വരിക 1 പ്ലസ് R സ്ക്വയർ ഡിവൈഡഡ് ബൈ R ഈസ് ഈക്വൽ ടു 39/10. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 10 പ്ലസ് 10R പ്ലസ് 10R സ്ക്വയർ ഈസ് ഈക്വൽ ടു 39R. 39Rനെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ 10R മൈനസ് 39R വരും, ദാറ്റ് ഈസ് 29R. അപ്പോൾ ഇതിന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരിക 10R സ്ക്വയർ മൈനസ് 29R പ്ലസ് 10 ഈസ് ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. നമുക്ക് ഇക്വേഷൻ അറിയാം സോൾവ് ചെയ്യാൻ. എന്തായിരുന്നത്, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B സ്ക്വയർ മൈനസ് 4AC ഡിവൈഡഡ് ബൈ 2A. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ A എന്ന് പറയുന്നത് 10 ആണ്, B എന്ന് പറയുന്നത് -29 ആണ്, C എന്ന് പറയുന്നത് 10 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 5/2 ഓർ 2/5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടേംസ് കൊടുക്കാം. ഇവിടെ A എന്തായിരുന്നു, A1 ആണ്. അപ്പോൾ ടേംസ് വരിക 1/R 1R ഈ രീതിയിലാണ് വരിക. അപ്പോൾ നമുക്ക് Rന് 5/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 2/5 1 5/2 വരും. അതുപോലെ Rന് 2/5 കൊടുക്കുമ്പോൾ 5/2 1 2/5 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗിവൺ എ GP വിത്ത് A ഈസ് ഈക്വൽ ടു 729 ആൻഡ് 7th ടേം 64. ഡിറ്റർമിൻ S7. അപ്പോൾ ഇവിടെ A ഈസ് ഈക്വൽ ടു 729 തന്നിട്ടുണ്ട്, 7th ടേം ദാറ്റ് ഈസ് T7 ഈസ് ഈക്വൽ ടു 64. നമുക്ക് വേണ്ടത് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ദാറ്റ് ഈസ് S7. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ T7 എന്ന് പറഞ്ഞാൽ AR raised to 6 ആണ്. സോ AR raised to 6 ഈസ് ഈക്വൽ ടു 64. A നമുക്കറിയാം 729, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ R raised to 6 ഈസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 729. ഇവിടെ നമുക്കൊന്നും ക്യാൻസൽ ചെയ്യാനില്ല. അപ്പോൾ മറ്റൊരു രീതിയിൽ ആലോചിച്ച് നോക്കുക, പവേഴ്സ് ആക്കി എഴുതാൻ പറ്റുമോ നോക്കുക. അപ്പോൾ 64 നമുക്കറിയാം 2 raised to 6 ആണ്, 729 എന്ന് പറഞ്ഞാൽ 3 raised to 6 ആണ്. സോ ദിസ് ഇസ് സെയിം ആസ് 2/3 ഹോൾ raised to 6. അപ്പോൾ R എന്ത് വരും, R ഈസ് ഈക്വൽ ടു 2/3. ഇനി നമുക്ക് സമ്മ് കാണാം. SN ഈസ് ഈക്വൽ ടു A ഇൻറ്റു R raised to n -1 ഡിവൈഡഡ് ബൈ R -1. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ
2/3 -1 കാണാം. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 - 3 / 3 വരും. ദാറ്റ് ഈസ് -1/3 ആണ് വരിക. അപ്പോൾ ആ മൈനസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു. 2/3 raised to 7 - 1നെ 1 - 2/3 raised to 7 കൊടുത്തിട്ട് മൈനസ് ഞാൻ ക്യാൻസൽ ചെയ്തു. 1/3നെ ഞാൻ മുകളിലേക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ × 3 വരും. അപ്പോൾ 729 എന്ന് പറഞ്ഞാൽ 3 raised to 6 ആണ്. × 3 വരുമ്പോഴത്തേക്കും അത് 3 raised to 7 വരും. ഓക്കെ, അപ്പോൾ 3 raised to 7 × 1 - 2/3 raised to 7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 raised to 7 / 3 raised to 7 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 raised to 7 - 2 raised to 7 / 3 raised to 7. അപ്പോൾ നമുക്ക് 3 raised to 7 ക്യാൻസൽ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ GP ഫോർ വിച്ച് സം ഓഫ് ദ ഫസ്റ്റ് 2 terms ഈസ് -4 ആൻഡ് ദ ഫിഫ്ത്ത് ടേം ഈസ് 4 times the third term. അപ്പോൾ ഇവിടെ സം ഓഫ് ദ ഫസ്റ്റ് 2 terms നമുക്കറിയാം a + AR ഈസ് ഈക്വൽ ടു -4 ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 4 times the third term. ദാറ്റ് ഈസ് T5 ഈസ് ഈക്വൽ ടു 4T3. അപ്പോൾ ഇവിടെ എ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ a × 1 + r ഈസ് ഈക്വൽ ടു -4 കിട്ടും. ഇനി T5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം AR⁴ ഈസ് ഈക്വൽ ടു 4 × T3 എന്ന് പറഞ്ഞാൽ AR⁴2. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ a ക്യാൻസൽ ചെയ്യാം, r² ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക r² ഈസ് ഈക്വൽ ടു 4. ഇവിടെ r⁴ ബൈ r² എന്ന് പറയുമ്പോൾ r² കിട്ടും. ഓക്കെ, അപ്പോൾ r ഈസ് ഈക്വൽ ടു +or-2. അപ്പോൾ നമുക്ക് 2 കേസ് വരും. a ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ എന്തായിരുന്നു? എയുടെ വാല്യൂ നമുക്ക് കാണണം അല്ലേ. അപ്പോൾ r ഈസ് ഈക്വൽ ടു +or-2 എന്ന് പറഞ്ഞാൽ r 2 ആവാം -2 ആവാം. ഓക്കെ, അപ്പോൾ വെൻ r ഈസ് ഈക്വൽ ടു 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. r ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 + 2 വന്നിട്ട് ഇവിടെ 3 വരും. സോ a ഈസ് ഈക്വൽ ടു -4/3. r ഈസ് ഈക്വൽ ടു -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ a × 1 - 2 വരും. 1 + -2 ദാറ്റ് ഈസ് 1 - 2 വരും. ദാറ്റ് ഈസ് -4. മൈനസ് സൈന് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് a ഈക്വൽ ടു 4 വരും. അപ്പോൾ ടേംസ് നമുക്കറിയാം AR ആണ്. അപ്പോൾ ഫസ്റ്റ് കേസ് വരിക a -4/3, r എന്താണ്? r ഈസ് ഈക്വൽ ടു 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ടേംസ് കിട്ടും. അതുപോലെ A4ഉം r -2ഉം വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടേംസ് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇഫ് ദ 4th, 10th and 16th terms of a GP are x, y and z respectively, prove that x, y and z are in GP. ഇപ്പോൾ T4x, T10y, T16z നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. T4 എന്ന് പറഞ്ഞാൽ AR³ ഈസ് ഈക്വൽ ടു x, T10 എന്ന് പറഞ്ഞാൽ AR⁹9 ഈസ് ഈക്വൽ ടു y, T16 എന്ന് പറഞ്ഞാൽ AR⁵15 ഈസ് ഈക്വൽ ടു z. അപ്പോൾ നമുക്കറിയാം എക്സ്, വൈ, സെഡ് ആർ ഇൻ GP ആണെങ്കിൽ ഇല്ല T2/T1ഉം T3/T2 ഒക്കെ സെയിം ആയിരിക്കും. അതായത് y/x ഈസ് ഈക്വൽ ടു z/y, ഓർ ക്രോസ് മൾട്ടിപ്ലൈയിങ് വി ഗെറ്റ് y² ഈസ് ഈക്വൽ ടു xz. അപ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് ചെയ്യാം. y/x കാണാം. അപ്പോൾ AR⁹9 / AR⁵3, a ക്യാൻസൽ ചെയ്യും. r⁹9/r⁵3 എന്ന് പറഞ്ഞാൽ r⁹9 - 3 ദാറ്റ് ഈസ് r⁶6. അതുപോലെ z/y കാണുമ്പോൾ നമുക്ക് r⁶6 കിട്ടും. അതിനർത്ഥം എന്താണ്? എക്സ്, വൈ, സെഡ് ആർ ഇൻ GP, രണ്ടും സെയിം ആയതുകൊണ്ട്. ഓക്കെ, ഫൈൻഡ് 4 numbers ഫോമിങ് എ GP ഇൻ വിച്ച് ദ തേർഡ് ടേം ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫസ്റ്റ് ടേം ബൈ 9 ആൻഡ് ദ സെക്കൻഡ് ടേം ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫോർത്ത് ബൈ 18. അപ്പോൾ നമുക്ക് 4 numbers ഫോമിങ് എ GP ആണ് കാണേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് തേർഡ് ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം + 9, ദറ്റ് ഈസ് T3 ഈസ് ഈക്വൽ ടു T1 + 9 ആൻഡ് T2 ഈസ് ഈക്വൽ ടു T4 + 18. T3 നമുക്കറിയാം AR², T1 നമുക്കറിയാം ഫസ്റ്റ് ടേം A ആണ്. സോ AR² ഈസ് ഈക്വൽ ടു A + 9 വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? AR² - A ഈസ് ഈക്വൽ ടു 9, ദറ്റ് ഈസ് A × r² - 1 ഈസ് ഈക്വൽ ടു 9. ഇനി സെക്കൻഡ് കേസ് T2 ഈസ് ഈക്വൽ ടു T4 + 18 ആണ്. ദറ്റ് ഈസ് AR ഈസ് ഈക്വൽ ടു AR³ + 18. അപ്പോൾ AR - AR³ ഈസ് ഈക്വൽ ടു 18. AR കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ AR × 1 - r² ഈസ് ഈക്വൽ ടു 18. അപ്പോൾ നമുക്ക് സെയിം ടേം ഇവിടെയുണ്ട്. അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ,
അപ്പോൾ എ ആർ ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 9. ഇവിടെ എ ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ നമുക്ക് 1 മൈനസ് ആർ സ്ക്വയർ ഉണ്ട്, അതുപോലെ ആർ സ്ക്വയർ മൈനസ് 1 ഉണ്ട്. ഞാൻ ഈ മുകളിൽ നിന്ന് ഒരു മൈനസ് സൈൻ ഔട്ട് സൈഡിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് ഓഫ് ആർ സ്ക്വയർ മൈനസ് 1. ഇപ്പോൾ സെയിം ടേം കിട്ടും, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് മൈനസ് ആർ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് 2. ഇനി നമുക്ക് എ കാണാം. ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്താണ് വരിക? എ ഇൻറ്റു 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 9. സോ എ ഇൻറ്റു 3. അപ്പോൾ 3 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 9/3 വരും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ടേംസ് എ ആർ സ്ക്വയർ എ ആർ ക്യൂബാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദ pth qth ആൻഡ് rth ടേംസ് ഓഫ് എ ജി പി ആർ എ ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി പ്രൂവ് ദാറ്റ് എ റേസ് ടു ക്യൂ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ മൈനസ് പി ഇൻറ്റു സി റേസ് ടു പി മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വി ഹാവ് ടി പി ഈസ് ഈക്വൽ ടു എ, ടി ക്യൂ ഈസ് ഈക്വൽ ടു ബി ആൻഡ് ടി ആർ ഈസ് ഈക്വൽ ടു സി. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സ്മോൾ ലെറ്റർ എ വന്നതുകൊണ്ട് നമുക്ക് അതുപോലെ ആറും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ nth ടേം നമ്മൾ നേരത്തെ പഠിച്ച nth ടേമിൽ ഓൾറെഡി ഈ സ്മോൾ എയും സ്മോൾ ആറും വരുന്നുണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവുന്നത് ഒഴിവാക്കാൻ നമ്മുടെ nth ടേമിൽ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടി എൻ ഈസ് ഈക്വൽ ടു എ ആർ റേസ് ടു n മൈനസ് 1 എ ക്യാപിറ്റൽ എടുക്കാം, അതുപോലെ ആറും. അപ്പോൾ ഇവിടെ ടി പി ഈസ് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ എന്താ വരിക? ക്യാപിറ്റൽ ലെറ്റർ എ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ആർ റേസ് ടു പി മൈനസ് 1. ഇതാണ് നമ്മുടെ സ്മോൾ എ. അതുപോലെ ടി ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ആർ റേസ് ടു ക്യൂ മൈനസ് 1, ടി ആർ എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു ആർ മൈനസ് 1. ഇനി നമുക്ക് വേണ്ടത് ഈ ടേമാണ്. അപ്പോൾ ഇവിടെ എ ബി സിക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ ബി ഹോൾ റേസ് ടു എൻ എന്ന എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ ആണ്. അപ്പോൾ എ ആർ റേസ് ടു പി മൈനസ് 1 റേസ് ടു ക്യൂ മൈനസ് ആർ എന്ന് പറയുമ്പോൾ എ റേസ് ടു ക്യൂ മൈനസ് ആർ ഇൻറ്റു ആർ റേസ് ടു പി മൈനസ് 1 റേസ് ടു ക്യൂ മൈനസ് ആർ. അതേപോലെ ഇതും കിട്ടും. ഓക്കെ, അപ്പം നമുക്കിവിടെ എ വരുന്ന എ റേസ് ടു ക്യൂ മൈനസ് ആർ, ഇവിടെ എ റേസ് ടു ആർ മൈനസ് പി, ഇവിടെ എ റേസ് ടു പി മൈനസ് ക്യൂ, ആ രീതിയിലുള്ള ടേംസ് ഉണ്ട്. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ. അതുകൊണ്ട് ഞാൻ എ വരുന്ന ടേംസൊക്കെ ഒരുമിച്ചെടുക്കുകയാണ്. അതേപോലെ ആറ് വരുന്ന ടേംസൊക്കെ ഞാൻ ഒരുമിച്ച് എഴുതി ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം പ്ലസ് എൻ. സോ എ റേസ് ടു ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ. അതുപോലെ ആർ റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് പി പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു പി മൈനസ് ക്യൂ. അപ്പോൾ ഇവിടെ എല്ലാ ടേംസും ക്യാൻസൽ ചെയ്യും. അപ്പോൾ എ റേസ് ടു 0 അതായത് 1 എന്ന് കിട്ടും. ഇനി ആർ റേസ് ടു ഇതിനെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതിയിൽ കിട്ടും. എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് പോകുന്നത് കാണാം. ഇവിടെ കണ്ടോ പി ക്യൂ, അപ്പോൾ ഇവിടെ മൈനസ് പി ക്യൂ ക്യാൻസൽ ചെയ്ത് പോയി, മൈനസ് പി ആർ പ്ലസ് പി ആർ, അങ്ങനെ എല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആർ റേസ് ടു 0 കിട്ടും, ദാറ്റ് ഈസ് 1. Okay, next question. If the first and nth terms of a GP are A and B respectively, and if P is the product of n terms, prove that P square is equal to AB whole raised to n. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് T1 is equal to A എന്ന് തന്നിട്ടുണ്ട്. nth ടേം ദാറ്റ് ഈസ് TN is equal to B എന്നും തന്നിട്ടുണ്ട്. നമുക്ക് പി എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് n ടേംസ് ആണ്. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ആർ സ്ക്വയർ എക്സെട്ര ഇൻറ്റു എ ആർ റേസ് ടു n മൈനസ് 1. ഇതിന് ഞാൻ എ ഇൻറ്റു എക്സെട്ര n ടൈംസ് വരും. പിന്നെ ആർ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എക്സെട്ര ആർ റേസ് ടു n മൈനസ് 1. അപ്പോൾ എ ഇൻറ്റു എക്സെട്ര n ടൈംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എ ഇൻറ്റു എ സ്ക്വയർ ആണ്. എ ഇൻറ്റു എ എന്ന് എടുക്കുമ്പോൾ എ ക്യൂബാണ്. അപ്പോൾ n ടൈംസ് വരുമ്പോൾ എ റേസ് ടു n. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ അപ്ലൈ ചെയ്യുമ്പോൾ ആർ റേസ് ടു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 കിട്ടും. അപ്പം ദാറ്റ് ഈസ് എ റേസ് ടു എൻ ഇൻറ്റു ആർ റേസ് ടു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ എന്തായിരുന്നു? n ഇൻറ്റു എൻ പ്ലസ് 1/2. അപ്പോൾ n മൈനസ് 1 വരുമ്പോഴത്തേക്കും n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് n ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഇനി നമുക്ക് വേണ്ടത് പി സ്ക്വയർ ആണ്. അപ്പോൾ പി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ നമുക്കിവിടെ എ റേസ് ടു 2n ഇൻറ്റു ആർ റേസ് ടു n ഇൻറ്റു n മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് 2 അവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് വരാം എ റേസ് ടു 2n ഇൻറ്റു ആർ റേസ് ടു n ഇൻറ്റു n മൈനസ് 1 വരും.
ഇനി നമുക്ക് നേരത്തെ തന്ന ടി എൻ ഈസ് ഈക്വൽ ടു ബി തന്നിട്ടുണ്ട്. അപ്പോൾ ടി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആർ റേസ് ടു എൻ മൈനസ് വൺ ഈസ് ഈക്വൽ ടു ബി വരും. അപ്പോൾ ആർ റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ബി ബൈ എ വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ആർ റേസ് ടു എൻ ഇൻറ്റു എൻ മൈനസ് വണ്ണിന് ആർ റേസ് ടു എൻ മൈനസ് വൺ റേസ് ടു എൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം എൻ. ആ ഇക്വേഷനാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ആർ റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ബി ബൈ എ ആണ്. സോ ഇതെന്താവും? ബി ബൈ എ റേസ് ടു എൻ, അതായത് ബി റേസ് ടു എൻ ബൈ എ റേസ് ടു എൻ. ഇവിടെ എ റേസ് ടു എൻ ബൈ എ റേസ് ടു എൻ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. എ റേസ് ടു എൻ മൈനസ് എൻ, ദാറ്റ് ഈസ് എ റേസ് ടു എൻ വരും. സോ ദ ആൻസർ ഈസ് എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ. Next question, show that the ratio of the sum of first n terms of a GP to the sum of terms from n plus 1th to 2nth term is 1 by r raised to n. അപ്പോൾ നമുക്ക് ടേംസ് ഒന്ന് എഴുതാം. എ ആർ സ്ക്വയർ എക്സെട്ര എ ആർ റേസ് ടു എൻ മൈനസ് വൺ. അതാണ് നമ്മുടെ ഫസ്റ്റ് എൻ ടേംസ്. തൊട്ടടുത്ത ടേം എന്തായിരിക്കും വരിക? എ ആർ റേസ് ടു എൻ, പിന്നെ വരുന്ന എ ആർ റേസ് ടു എൻ പ്ലസ് വൺ എക്സെട്ര 2nth ടേം എന്തായിരിക്കും? എ ആർ റേസ് ടു എൻ മൈനസ് വൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻ ടേംസ്. പിന്നെ വരുന്ന എൻ ടേംസ് ഇവിടുന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതിൽ ഫസ്റ്റ് ടേം എന്താണ്? എ ആർ റേസ് ടു എൻ ആണ്. ആദ്യത്തെ ടേമിൽ ഫസ്റ്റ് ടേം എ ആണ്. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഓഫ് എ ജി പി എന്നാൽ എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. സം ഓഫ് ടേംസ് ഫ്രം എൻ പ്ലസ് 1th to 2nth ടേം ഈസ്, അവിടെ ഫസ്റ്റ് ടേമിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എക്ക് പകരം എന്ത് വരും? എ ആർ റേസ് ടു എൻ. ബാക്കി എൻ ടേംസ് ആണ്. കോമൺ റേഷ്യോ ആർ തന്നെയാണ്, വ്യത്യാസം ഒന്നുമില്ല. അപ്പോൾ ഇക്വേഷൻ വരെ എ ആർ റേസ് ടു എൻ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. അതിൻ്റെ റേഷ്യോ എടുക്കാൻ നമുക്ക്. അപ്പോൾ എല്ലാം സെയിം ടേം, ആകെ വ്യത്യാസം വരുന്ന ഫസ്റ്റ് ടേമിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ക്യാൻസൽ ചെയ്യുമ്പം ഇവിടെ എന്ത് വരും? 1 by r raised to n. ഓക്കെ.